ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇതില്ലേ കഴിഞ്ഞ ദിവസം ഞാൻ ബേക്കറിയിൽ പോയപ്പം ഹാർഡ് ഐസിങ് ഇല്ലേ, ആ ഹാർഡ് ഐസിങ് ഇട്ട് പണ്ടത്തെ കേക്ക് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ റേറ്റ് ഹാഫ് കെ ജിക്ക് എത്ര വെച്ചപ്പോൾ അവർ 300 രൂപ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ച് വീട്ടിൽ പോയിട്ട് ഒരെണ്ണം ഉണ്ടാക്കി നോക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസ് ഉണ്ടാക്കാൻ എനിക്ക് സമയമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബേസ് അവിടെ അടുത്ത് സൂപ്പർ മാർക്കറ്റിൽ കേക്കിന് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് 240 രൂപ കേക്ക് എടുത്താൽ നമുക്ക് 2 കേക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരെണ്ണം എടുക്കണം, അതിൻ്റെ ഹാഫ് പ്രൈസ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു കേക്ക് മേടിച്ച് നേരെ വീട്ടിലോട്ട് വിട്ട്. അങ്ങനെ വീട്ടിലോട്ട് വിട്ടിട്ട് അവിടുന്ന് ഐസിങ് ഷുഗർ ഉണ്ടാക്കണം. ഐസിങ് ഷുഗറും കോഴിമുട്ടയുടെ വെള്ളയും ചെറുനാരങ്ങ നീരും, ഇത്രയും നമുക്ക് ഐസിങ്ങിനായിട്ട് വേണ്ട സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഈ ഐസിങ് ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് ഈ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചാൽ സെയിമായി ആ ടോപ്പർ നമ്മൾ ഹാർഡ് ഐസിങ് ആയി. അങ്ങനെ ഞാനത് എന്ത് ചെയ്ത് റെഡിയാക്കി എടുക്കുക കേട്ടോ. ഇത് നമുക്ക് 2 മെത്തേഡിൽ ചെയ്യാം കേട്ടോ. ഇത് ബീറ്ററിൽ, ഈ യൂട്യൂബിൽ പല പല വീഡിയോസ് ഉണ്ട് കേട്ടോ. അതിൽ ചില ഒട്ടുമിക്കവരും ബീറ്ററിൽ ഈ മറ്റേ മുട്ടയുടെ വെള്ള ബീറ്ററിൽ നന്നായിട്ട് അടിച്ചിട്ടാണ്, പതപ്പിച്ച് അടിച്ചിട്ടാണ് ഈ പഞ്ചസാര അങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഞാൻ ഇത് യൂട്യൂബ് കണ്ട വീഡിയോ തന്നെയാണ് കേട്ടോ ഇത് ഞാൻ ചെയ്യുന്നത്. ഞാനിതിന് മുന്നൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിപ്പോൾ ചെയ്യുന്നത് വേറെ മെത്തേഡിലാണ്. ജസ്റ്റ് ഈ പഞ്ചസാര ഐസിങ് ഷുഗർ ഉണ്ടാക്കി എടുത്തിട്ട് അതിലോട്ട് ചെറുനാരങ്ങ നീരും കോഴിമുട്ടയുടെ വെള്ളയും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ആക്കിയെടുക്കുന്നത് കേട്ടോ. ബീറ്ററിലൊന്നും ചെയ്തിരുന്നില്ല. അങ്ങനെ ഞാൻ ഇതെല്ലതും മിക്സ് ചെയ്ത് ഐസിങ് ഷുഗറും കോൺഫ്ലവറും കൂടെ ഇട്ടിട്ടോ അതെല്ലാം മിക്സ് ചെയ്ത് ഞാൻ ഗ്യാസിൻ്റെ മേളിൽ വെച്ചിട്ട്, ഗ്യാസിൻ്റെ മേലേക്ക് പാത്രം വെച്ചിട്ട്, ഇപ്പോൾ ഗ്യാസ് ഒന്ന് ചൂടാക്കി ഓണാക്കിയിട്ടില്ല കേട്ടോ. ഇതെല്ലതും മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഗ്യാസ് ഒന്ന് ഓണാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം, തിളക്കി ഒന്നും ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാവുക മാത്രം. അപ്പോൾ ഞാൻ ഇതിലോട്ട് വെളിച്ചെണ്ണ ഈ നമ്മുടെ ചെറുനാരങ്ങ നീര് ഒഴിച്ച്, പിന്നെ ഞാൻ എന്തായാലും ഒഴിക്കുന്നത് വെച്ചാൽ കോഴിമുട്ടയുടെ വെള്ളമില്ലേ, കോഴിമുട്ടയുടെ വെള്ള, ഒരു കോഴിമുട്ടയുടെ വെള്ളം മാത്രം കേട്ടോ, അത് അതിലേക്ക് ഇട്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കട്ടിയാവുന്നുണ്ടെങ്കിൽ ഞാൻ കട്ടിയായപ്പോൾ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കേട്ടോ, ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച്, എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഗ്യാസ് ഓണാക്കിയത് കേട്ടോ. അപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഈ കൺസിസ്റ്റൻസി ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനത്തെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനത് ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഞാൻ കേക്കിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച്, അപ്പോൾ കേക്കിൻ്റെ ബോക്സ് ഉണ്ട്, അപ്പോൾ കുറച്ച് വലുപ്പമൊക്കെ തോന്നുന്നു വിചാരിച്ച്, കേക്ക് ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ കേക്ക് പൊട്ടിച്ചപ്പം കുഞ്ഞ് കേക്ക് തന്നെ, അപ്പോൾ ഒരു പാത്രത്തിലായിട്ടുണ്ടായിരുന്നു കേക്ക്. അങ്ങനെ കേക്ക് ഞാൻ പ്ലേറ്റിലോട്ട് വെച്ചിട്ട്, പ്ലേറ്റിൽ വെച്ചിട്ടാണ് ടൈം ഒഴിച്ചത്. പ്ലേറ്റിലേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ മേലേക്ക് ഞാൻ ഈ ഐസിങ് ഒഴിക്കുക ചെയ്തത് കേട്ടോ. അപ്പം ഐസിങ് ഏകദേശം കറക്റ്റാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ 1-2 പ്രാവശ്യമൊക്കെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഹാർഡായിട്ടുണ്ട്, ഐസിങ് ഹാർഡായിരുന്നു. അങ്ങനെ ഇത് ഞാൻ അതിൻ്റെ മേലേക്ക് ഒഴിച്ച്, ഞാനിതിൻ്റെ മുന്നേ ഐസിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക്. അപ്പോൾ ഞാൻ അന്ന് ഐസിങ് ചെയ്ത സമയത്ത് ഞാൻ കേക്ക് ബേസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കാനുള്ള സമയം എനിക്കില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു മേടിച്ചിട്ട് ഇതേമാതിരി ഐസിങ് ടോപ്പിങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് ഒരു ഭാഗത്തേക്ക് ഞാനത് മാറ്റി വെച്ച്, 1 മണിക്കൂർ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച്, പിന്നെ ഞാൻ നേരെ കിച്ചണിലോട്ട് കയറി. പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അരി വറുക്കാണ്ടായിരുന്നു. അരി വറുക്കാനെന്ന് പറഞ്ഞാൽ ഞാൻ 2 കിലോ 3 കിലോ അരി മേടിച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ വറുക്കുക ചെയ്യാറ് കേട്ടോ. ഞാൻ ഈ പത്തിരിക്കുള്ളത് മാത്രമല്ല, പുട്ടിൻ്റെ പാക്കറ്റ് പൊടി മേടിക്കുക ചെയ്യാം. പത്തിരിക്കുള്ള പൊടി ഞാൻ പുറത്തുനിന്ന് മേടിക്കാറില്ല. വീട്ടിൽ പച്ചരി മേടിച്ചിട്ട്, ഇതേമാതിരി സപ്ലൈക്കോന്നോ റേഷൻ കടയിൽ നിന്ന് അങ്ങനെ പച്ചരി മേടിച്ചിട്ട് ഞാൻ 2 കിലോ 3 കിലോ പൊടിച്ചിട്ട് വെക്കുക ചെയ്യാം. അങ്ങനെ അതിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അതൊക്കെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെച്ച്, അങ്ങനെ പൊടി വറക്കൽ കലാപരിപാടികളൊക്കെ എല്ലാം കഴിഞ്ഞ് അതൊക്കെ ഒന്ന് മാറ്റി വെച്ച്, പിന്നെ കേക്ക് നമ്മൾ തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെടുത്തിട്ട് കട്ട് ചെയ്ത് ഞാനും പാറൂസും കൂടെ കഴിക്കാനിരുന്നു കേട്ടോ. കേക്ക് മോൻ കഴിക്കില്ല, അവന് പ്ലം കേക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഒന്നും കൂടെ തണുക്കാണ്, ഒന്നും കൂടെ ഒന്ന് ഹാർഡാവുന്നു ടൈസിങ്. ഞങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കേക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.